ബാറുകളുടെ ലൈസൻസ് ഫീസുമായി ബന്ധപ്പെട്ട കേസുകളില്ലാതിരുന്ന 2014 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ബാർ ഉടമകൾ പിരിച്ചെടുത്ത പണത്തിന്റെ കണക്കും അത് ചെലവഴിച്ച രീതിയും അന്വേഷണത്തിലൂടെ കണ്ടെത്തണമെന്നാണ് തുടരന്വേഷണ ഉത്തരവിൽ കോടതി പറഞ്ഞിരുന്നത്. വസ്തുതാവിവര റിപ്പോർട്ടിൽ SP സുകേശൻ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിൽ ഉത്തരവിടാൻ കോടതിക്ക് പ്രേരണയായതും. വസ്തുതാവിവര റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഇപ്രകാരം: 2014 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപ ബാർ ഉടമകളുടെ അസോസിയേഷൻ ഭാരവാഹികൾ പിരിച്ചെടുത്തു. ഈ പണത്തിന്റെ കണക്കുകളൊന്നും അസോസിയേഷന്റെ ക്യാഷ് ബുക്കിലോ ബാങ്ക് അക്കൗണ്ടിലോ കാണുന്നില്ല. ബാർ ലൈസൻസുമായി ബന്ധപ്പെട്ട ഒരു കേസും നിലനിൽക്കാത്ത സാഹചര്യത്തിൽ പിരിച്ച പണം മാണിക്ക് കൊടുക്കാൻ വേണ്ടിയാണെന്നാണ് SP സുകേശൻ അന്ന് പറഞ്ഞിരുന്നത്. മാത്രമല്ല 2014 മാർച്ചിനും ഓഗസ്റ്റിനും ഇടയിൽ വെറും 1.5 ലക്ഷം രൂപ മാത്രമാണ് വക്കീൽ ഫീസായി നൽകിയിരുന്നത്. 2014 ഓഗസ്റ്റ് 29 ചേർന്ന ബാർ ഉടമകളുടെ യോഗമാണ് ലീഗൽ ഫണ്ട് പിരിക്കാൻ തീരുമാനിച്ചതെന്നും അതിന്റെ കണക്കുകൾ ബാർ ഉടമകളുടെ അസോസിയേഷൻ കൃത്യമായി സൂക്ഷിക്കുന്നുണ്ടെന്നും അന്ന് സമർപ്പിച്ച വസ്തുതാവിവര റിപ്പോർട്ടിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് കാണുക. 2,25,35,000 രൂപയാണ് 2014-15 കാലയളവിൽ ലീഗൽ ഫണ്ടായി ബാർ ഉടമകളുടെ അസോസിയേഷൻ പിരിച്ചെടുത്തിരിക്കുന്നത്. 7 ലക്ഷം രൂപ ഒഴികെ ബാക്കി തുക അഭിഭാഷകർക്ക് ഫീസായി നൽകിയെന്നും പറയുന്നു. 2014 ഓഗസ്റ്റ് മാസം അവസാനം മുതൽ പിരിച്ചെടുത്ത ലീഗൽ ഫണ്ടിന്റെ കണക്ക് അസോസിയേഷൻ കൃത്യമായി സൂക്ഷിച്ചിരുന്നു. അതിൽ നിന്നാണ് ഈ കണക്കുകൾ വിജിലൻസ് എടുത്തിരിക്കുന്നത്. എന്നാൽ 2014 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ബാർ ഉടമകൾ പിരിച്ച കോടികൾ എവിടെ? ആ പണം പിരിച്ചെടുത്ത് ആർക്ക് നൽകി? അത് അന്വേഷിക്കാൻ കോടതി പറഞ്ഞിട്ടും എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? ഈ ചോദ്യങ്ങൾക്ക് ഇതുവരെയും വിജിലൻസ് ഉത്തരം നൽകിയിട്ടുമില്ല. തുടരന്വേഷണത്തിന് കോടതി എന്തിനാണോ ഉത്തരവിട്ടത് അതൊന്നും പൂർണ്ണമായും കണ്ടെത്താതെയാണ് വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പിരിച്ച കോടികളുടെ കണക്ക് അവിടെ ഇവിടെയും പറയുന്നുണ്ടെങ്കിലും അതൊന്നും കൃത്യമല്ല താനും. എന്തായാലും ഒരു കാര്യം തീർച്ച, കോടതിയുടെ പല ചോദ്യങ്ങൾക്കും വിജിലൻസ് മറുപടി നൽകേണ്ടി വരും. തിരുവനന്തപുരത്ത് നിന്ന് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ.